ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ്. ഈ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പിനെ പറ്റിയൊക്കെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് സ്റ്റഡീസിനകത്ത് പഠിച്ചു. ഇപ്പൊ നമ്മളിവിടെ കൂടുതലായിട്ട് നോക്കുന്നത് അതിന്റെ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് കോൺസെപ്റ്റ് കൊണ്ടൊരു ചാപ്റ്റർ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം പറഞ്ഞ ഒരു ചാപ്റ്റർ. രണ്ടാമത് അഡ്മിഷൻ പറഞ്ഞുകൊണ്ടൊരു ചാപ്റ്റർ. ഒരു പാർട്ണറെ കൂടെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കുറെ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ മറ്റൊക്കെ വെച്ചുകൊണ്ട് ഒരു ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരാൾ റിട്ടയർ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് മരണം സംഭവിക്കും, അപ്പോൾ എന്തെല്ലാം അക്കൗണ്ടിംഗ് പ്രൊസീജിയർ വരും. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ സ്ഥാപനം നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ഒരു ചാപ്റ്റർ, അതുപോലെ അഡ്മിഷൻ രണ്ടാമത്തെ ചാപ്റ്റർ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് മൂന്നാമത്തെ ചാപ്റ്റർ, ഡിസ്ട്രിബ്യൂഷൻ നാലാമത്തെ ചാപ്റ്റർ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരിക. ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ചില ടേംസ് എന്താണ്, അല്ലെങ്കിൽ ചില ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് ട്രീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ചാപ്റ്ററിലാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കുന്ന ഒന്ന് ഈ അക്കൗണ്ടിങ്ങിന്റെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇത് നമ്മൾ ആദ്യമായിട്ട് നോക്കുക. നമുക്കറിയാം പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ടു ഓർ മോർ പേഴ്സൺസ്, രണ്ടോ അതിലധികം ആൾക്കാർ അവര് ജോയിന്റ് ആയിട്ട് ഒരു ഫേമിനെ അവരെന്ത് ചെയ്യാണ്, ആരംഭിക്കുക. അപ്പോൾ ആ സ്ഥാപനത്തില് അവര് എന്ത് ചെയ്യുന്നു, അവര് ജോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് നടത്തുന്നു. അപ്പോൾ ബിസിനസ് പർപ്പസിന് വേണ്ടി അവര് ജോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നു, അതിൽ നിൽക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം അവർ ആരംഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് തൽക്കാലം എന്ത് വിളിക്കാം, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാം. ഒരു കാര്യം ഓർമ്മിക്കുക, ഞാനും എക്സ് എന്ന് പറയുന്ന ഒരാൾ കൂടി ചേർന്നൊരു ബിസിനസ്സിലേക്ക് വേണ്ടി വാങ്ങിക്കുകയാണ്. ഇങ്ങനെ ഞാനൊരു 1 ലക്ഷം രൂപ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അദ്ദേഹം കൊണ്ട് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, രണ്ടുപേരും കൂടെ 2 ലക്ഷം രൂപയായി. ഈ 2 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലാൻഡ് മേടിക്കുന്നു. ആ ലാൻഡ് മേടിച്ചിട്ട് നമ്മൾ വിൽക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അത് വിൽക്കുന്നു, അതിന്റെ ലാഭവും നഷ്ടം വിധിച്ചെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിനെ നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് വിളിക്കും. അല്ലാതെ ഞാൻ 1 ലക്ഷം രൂപ ഇട്ടു, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന 1 ലക്ഷം രൂപ ഇട്ടു, 2 ലക്ഷം രൂപ ചേർത്ത് നമ്മൾ രണ്ടുപേരും ചേർത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിച്ചു. അത് ബിസിനസ് നടത്താൻ വേണ്ടിയല്ല, അത് വിൽക്കാൻ വേണ്ടിയല്ല, അത് ലാഭം നഷ്ടം വീതിക്കുന്നില്ലെങ്കിൽ അത് പാർട്ണർഷിപ്പ് അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടോ അതിലധികം ആൾക്കാർ ചേർന്നാണ് സ്ഥാപനം തുടങ്ങുന്നത്. പക്ഷേ ആ സ്ഥാപനം നമ്മൾ ആരംഭിക്കുമ്പോൾ രണ്ടുപേരുടെ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എന്താവുന്നില്ല, അതൊരു പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് മാറുന്നില്ല. അവര് ഒരു കോ ഓണർഷിപ്പിൽ അവർ സ്ഥാപനം ആരംഭിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് അതിനെ ഒരു പാർട്ണർഷിപ്പ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ പറയുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൊണ്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം, അവരൊരു ബിസിനസ് നടത്തിയിരിക്കണം. അത് സർവീസ് ആവാം, അല്ലാതെ ബിസിനസ് ആവാം. ഒരു ബിസിനസ് നടത്തണം. ആ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു. ആ ലാഭത്തെ അവരൊരു എഗ്രീഡ് റേഷ്യോയിൽ അവർ വീതിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വിളിക്കുക. എഗ്രീഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അങ്ങനെ ഒരു റേഷ്യോയിൽ അവർ എന്ത് ചെയ്യുന്നു, ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ വീതിച്ചെടുക്കാനുള്ള ഒരു എഗ്രിമെന്റോട് കൂടിയാണ് ആരംഭിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം, എന്ത് വിളിക്കാം, നമുക്ക് പാർട്ണർഷിപ്പ് നമുക്ക് വിളിക്കാം. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചാണ് നമ്മൾ പാർട്ണർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. 1932 പാർട്ണർഷിപ്പ് ആക്ട് വരുന്നത്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ആ പാർട്ണർഷിപ്പ് ആക്ടിനകത്താണ് ഇതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളൊക്കെ ഉള്ളത്. ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനത്തിന് കേസ് കൊടുത്താൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ മറ്റൊരു സ്ഥാപനത്തെ കേസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യം പാലിക്കേണ്ടത് തുടങ്ങിയുള്ള കംപ്ലീറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 അപ്പോൾ ആ പാർട്ണർഷിപ്പ് ആക്ടിനകത്തുള്ള സെക്ഷൻ 4 അനുസരിച്ചാണ് ഡെഫിനിഷൻ പറയുന്നത്. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റിലേഷൻ ബിറ്റ്വീൻ 2 or more persons. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനും എക്സും, ഇപ്പൊ ഞാൻ വിടട്ടെ, എക്സും വൈ എന്ന് പറയുന്ന 2 പേഴ്സൺസ്, രണ്ടാളുകൾ, മിസ്റ്റർ എക്സ് ആൻഡ് മിസ്റ്റർ വൈ. ഇവര് രണ്ടും കൂടെ ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കാം. ഇവര് തമ്മിലുള്ള ബന്ധം അച്ഛനമ്മ ബന്ധമാണെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പ് ആവുന്നില്ല, സഹോദര സഹോദരിയാണ് പാർട്ണർഷിപ്പ് ആവുന്നില്ല.
പക്ഷേ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed, അവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ വിഷയം. അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ അങ്ങനെയുള്ളതൊന്നും കൂടെ വിഷയമല്ല. അതൊന്നും പാർട്ണർഷിപ്പ് ആവുന്നില്ല. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ അതൊന്നും പാർട്ണർഷിപ്പ് ആവുന്നില്ല. പാർട്ണർഷിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, ഒരു ഉടമ്പടി ഉണ്ടായിരിക്കണം, ഒരു ഡീഡ് ഉണ്ടായിരിക്കണം. നമുക്ക് പറയാം ഡീഡ്, എഗ്രിമെന്റ് എന്നൊക്കെ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം. റിലേഷൻ ബിറ്റ്വീൻ 2 or more persons. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, രണ്ടുപേർ തന്നെ ആവണമെന്നില്ല. രണ്ടോ അതിലധികമോ ആൾക്കാരാവാം. 2 പേരാവാം, 3 പേരാവാം, 5 പേരാവാം, എത്ര പേരാവാം നമുക്ക് അങ്ങോട്ട് പറയാം. അപ്പൊ 2 or more persons, രണ്ടോ അതിലധികം ആൾക്കാർ ചേർന്ന് ഒരു ബിസിനസ് നടത്തുകയാണ്. അവരൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഷെയർ ചെയ്യാം. എന്ത് ഷെയർ ചെയ്യാം? പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് നടത്തിയിട്ട് അതിന്റെ ലാഭത്തെ ഇന്ന അനുപാതത്തിൽ വീതിച്ചെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ എഗ്രിമെന്റ് വെച്ചിട്ടുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള ബിസിനസ്. ഈ ബിസിനസ് ഒന്നുകിൽ ക്യാരി ഓൺ ചെയ്യേണ്ടത്, ഒന്നുകിൽ നമ്മൾ അതിനെ കണ്ടക്ട് ചെയ്യാൻ നടത്തിക്കൊണ്ട് പോവേണ്ടത്, ഒന്നുകിൽ എല്ലാവരും കൂടെ ചേർന്ന്, രണ്ടുപേരുടെ ചേർന്ന് നടത്താം, അല്ലെങ്കിൽ 10 പേരുടെ 10 പേരുടെ ചേർന്ന് നടത്താം. ഒന്നുകിൽ എല്ലാവരും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി അവർ പറയുന്ന 1 or 2 ആൾ അല്ലെങ്കിൽ ഒരാൾ. ഒന്നുകിൽ ക്യാരിഡ് ഓൺ ബൈ ആൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ആൾ. ഏതെങ്കിലും ഒരാള് ഇവർക്ക് വേണ്ടി ആക്ട് ചെയ്യണം. എങ്ങനെ ആക്ട് ചെയ്യണം? ഇതിന്റെ മുഖ്യനായിട്ട് നിന്നുകൊണ്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം. അതാണ് സെക്ഷൻ 4 പറയുന്നത്. അപ്പൊ സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ണർഷിപ്പ് ആസ്, എന്തായിട്ടാണ് പാർട്ണർഷിപ്പ് പറഞ്ഞിരിക്കുന്നത്? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. 2 വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ 2 പേഴ്സൺസ് തമ്മിലുള്ള റിലേഷനാണ്. എന്താണ് ആ വ്യക്തികളുടെ പ്രത്യേകത? റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ്. അവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എന്തിനാണ് എഗ്രിമെന്റ്? ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. അവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് ലാഭമോ നഷ്ടമോ വീതിച്ചെടുക്കാം എന്നുള്ള എഗ്രിമെന്റ് ആണ്. ഏത് ബിസിനസ്? ഒന്നുകിൽ ക്യാരിഡ് ഓൺ ബൈ ആൾ, എല്ലാവരും ചേർന്ന് നടത്തുന്ന ബിസിനസ്, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ആൾ. ഇതിൽ ഏതെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? നിന്നുകൊണ്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാം, പങ്കാളിത്ത വ്യവസ്ഥ നമുക്ക് വിളിക്കാം. Section 4 of the Indian Partnership Act 1932 defines partnership as the relation between persons who have agreed to share the profit of a business carried on by all, anyone of the acting for all. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. മീനിങ് ഞാൻ പറഞ്ഞു. 2 പേര് ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ എന്റെ മീനിങ് പറഞ്ഞു. പക്ഷേ 2 പേര് ചേർന്ന് നടത്തിയാലും അതെന്താവുന്നു? കോ ഓണർഷിപ്പിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടെങ്കിൽ ബിസിനസ് ആവുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണ്, അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർക്ക് അവിടെ ഒരു റേഷ്യോ ഉണ്ട്, റേഷ്യോ പ്രോഫിറ്റ് വീതിക്കാമെന്ന് പറയുന്നുണ്ട്, ഒരു ബിസിനസ് നടത്താനായിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് പറയാം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത്, ആ പാർട്ണർഷിപ്പിനകത്ത് എക്സ് വൈ എന്ന് പറഞ്ഞ 2 പേരാണെങ്കിൽ ആ എക്സിനെ വൈയെ നമ്മൾ പൊതുവല്ലൊരു പേര് വിളിക്കും. വീട്ടിലെ രാഘവനും അല്ലെങ്കിൽ വേറൊരാളുണ്ടെന്ന് വിചാരിക്കാം. അച്ഛനും അമ്മയും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പേര് കൊടുക്കുന്ന, അച്ഛനും അമ്മ പേര് കൊടുക്കുന്ന പോലെ, കോമൺ ആയിട്ട് പേര് കൊടുക്കുന്ന പോലെ. വിവാഹം കഴിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഭാര്യ, ഭർത്താവ്, കോമൺ ആയിട്ട് വിളിക്കുന്ന വാക്കാണ്. എല്ലാ ഭാര്യ ഭർത്താവിന്റെ പേര് എക്സ് വൈ എന്നല്ല. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക്, ഒരു ടേം ഉണ്ട്. ഒന്ന് ഫെയിം, ഒന്ന് ഫെയിം നെയിം. അപ്പൊ നമുക്കിവിടെ നോക്കാം. ദ പേഴ്സൺസ് who have entered into the business അല്ലെങ്കിൽ entered into the partnership. അപ്പൊ ഈ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്ന വ്യക്തികളെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കാം, ഒറ്റയ്ക്ക് പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് ഒരു വാക്കാണെന്ന് ഞാൻ പറയും, വൈ വേറൊരു വാക്കാണെന്ന് ഞാൻ പറയും. ദ പേഴ്സൺസ്, ഇത് പേഴ്സൺസ് ആണ്. who have entered into the partnership. ഇവർ രണ്ടും കൂടെ ചേർന്നാണ് പാർട്ണർഷിപ്പ് ഫേമിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവരെ നമുക്ക് ഒറ്റയ്ക്ക് വിളിക്കാവുന്ന വാക്കാണ് പാർട്ണർ. അതിന് കളക്റ്റീവായിട്ട് നമുക്ക് വിളിക്കാം. എക്സ് വൈയോട് ചേർന്ന ഒരു സ്ഥാപനത്തിൽ മൊത്തത്തിൽ വിളിക്കാം. എന്ത് വിളിക്കാം? നമുക്ക് ഫെയിം എന്ന് വിളിക്കാം. അതാണ് ഫെയിം. അപ്പൊ ഫെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന എക്സും വൈയും കൂടെ ചേർത്താണ് ബിസിനസ്സിൽ വന്നിരിക്കുന്നതെങ്കിൽ ആ എക്സിനെ വൈയും കൂടെ ചേർത്ത് നമുക്ക് വിളിക്കാം. എന്ത് വിളിക്കാം? നമ്മള് അവരൊരു ഫെയിം നടത്തുന്നു എന്ന് നമുക്ക് പറയാം.
ഇനി ആ ഫേമിന് തന്നെ ഒരു പേര് കാണും. എല്ലാ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന് വിളിക്കുന്ന വാക്കാണ് ഫേം നെയിം. ഫേം നെയിം എന്ന് പറഞ്ഞാൽ ദ നെയിം ഇൻ വിച്ച് ദ പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ. ഈ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന പേരെന്താണോ ആ പേരിനെ നമുക്ക് വിളിക്കാം. നമുക്ക് ഫേം നെയിം എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ എന്താണ് പാർട്ണർ, എന്താണ് ഫേം, എന്താണ് ഫേം നെയിം? അപ്പൊ പാർട്ണർഷിപ്പ് ഞാൻ പറഞ്ഞു, ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് agreed to share the profit of a business carried on by all or any of them acting for all. അത് പാർട്ണർഷിപ്പ്. ആരാണ് പാർട്ണർ? The persons who have entered into the partnership with one another are individually called. എന്ത് വിളിക്കും നമ്മള്? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. അതിനെ നമുക്ക് കളക്റ്റീവായിട്ട് വിളിക്കാവുന്ന വാക്കാണ് എന്ന് പറയുന്നത്. അതിന്റെ കളക്റ്റീവ്ലി കാണുന്നത് വിളിക്കും നമ്മൾ ഫേം എന്ന് വിളിക്കും. The name in which the partnership fame is carried on is called എന്ന് വിളിക്കും നമ്മൾ ഫേം നെയിം എന്ന് നമ്മൾ വിളിക്കും. ഇതാണ് പ്രത്യേകത. അപ്പൊ ഈ പാർട്ണർഷിപ്പിൽ വരാവുന്ന ഒരു 4 ടേമാണ് പറഞ്ഞത്. പാർട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, പാർട്ണർ ആരാണെന്ന് പറഞ്ഞു. അപ്പോ പാർട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ വേണ്ടി എക്സ് വൈ അല്ലെങ്കിൽ എന്താണ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ 3 പേരുടെ 3 പേര് അവരെ വിളിക്കുന്ന വാക്കാണ് പാർട്ണേഴ്സ്. അവരെ 3 പേര് ചേർത്ത് നടത്തുന്ന സ്ഥാപനത്തെ നമ്മൾ വിളിക്കും ഫേം എന്ന് വിളിക്കും. ഒരു സ്ഥാപനമാണ് അവർ നടത്തുന്നത്, ഫേം നടത്തുന്നു എന്ന് പറയും. ആ ഫേമിന് ഒരു പേരുണ്ടെങ്കിൽ അതിനെ വിളിക്കും നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഫേം നെയിം എന്ന് നമ്മൾ വിളിക്കും. ഇതാണ് ആ 3 ടേമിന്റെ പ്രത്യേകത. അപ്പൊ ഫേം എന്താണെന്ന് മനസ്സിലായി, ഫേം നെയിം എന്താണെന്ന് മനസ്സിലായി, പാർട്ണർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പാർട്ണർഷിപ്പ് ഫേമിനെല്ലാം ഒരു പൊതുവായ ചില എന്താണ് സവിശേഷതകളുണ്ട്. ജനറൽ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ പാർട്ണർഷിപ്പിനും കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പൊതുവായിട്ട് പാർട്ണർഷിപ്പ് ഫേമിനെല്ലാം ഉള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് ആ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 1, നമ്പർ ഓഫ് പേഴ്സൺസ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സ്ഥാപനം ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? പാർട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സ്ഥാപനം പാർട്ണർഷിപ്പ് ആയിട്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഒരാൾ പോരാ. അതിന് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നാണ്, അല്ലെങ്കിൽ സോൾ ട്രേഡർ ബിസിനസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരാൾ പോലെ മനസ്സിലായി. പിന്നെ കമ്പനീസ് ആക്ട് പ്രകാരമല്ല, അതുകൊണ്ട് കമ്പനിയല്ല, പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. മിനിമം എത്ര പേര് വേണം? 2 പേര്. അപ്പൊ മിനിമം 2 പേര് വേണം. മാക്സിമം എത്ര വരെ ആവാം? മാക്സിമം എന്ന് പറയുന്നത് ബാങ്കാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 പേര് ആകാൻ പറ്റും. 2 കുറയാനും പാടില്ല, 10 കവിയാനും പാടില്ല. മറ്റുള്ള ബിസിനസ് ആണെങ്കിൽ മിനിമം 2 കുറയാൻ പാടില്ല, മാക്സിമം 20 കവിയാനും പാടില്ല. Oh, the minimum number of members to form a partnership firm is 2. Minimum number of members എന്ന് പറയുന്നത് 2 ആണ്. The maximum number of members is limited to 20. In the case of any other business other than banking business. In the case of banking business, the maximum number of members is limited to 10. അതാണ് പഠിക്കേണ്ടത്. അപ്പൊ 2 പേരിൽ നമുക്ക് മിനിമം നമ്പർ 2 പേരാണ്. മാക്സിമം എന്ന് പറയുന്നത് 10 ആണ് ബാങ്കിങ് ബിസിനസ് എങ്കിൽ, മറ്റുള്ള ബിസിനസ് എത്രയായിരിക്കും? അത് 20 ആയിരിക്കും. ഇനി അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചാണ്. പക്ഷെ മാക്സിമം നമ്പർ ഓഫ് എത്രയായിരിക്കും എന്ന് പറയുന്നത് ഈ ആക്ടിലല്ല, അത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1956 കമ്പനീസ് ആക്ട് വരുന്നത്. അപ്പൊ അതിന് മുമ്പേ പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ കമ്പനീസ് ആക്ടിനകത്താണ് പറഞ്ഞിരിക്കുന്നത് 50 പേര് കവിയാൻ 20 പേര് കവിയാൻ പാടില്ല പാർട്ണർഷിപ്പ് ആണെങ്കിൽ എന്ന് പറയുന്നത് ആ ആക്ടിനകത്താണ്. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റെല്ലാ കാര്യങ്ങളും പറയുമെങ്കിലും ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഇവിടെ ഒരു സ്ഥലത്ത് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയായിരിക്കും എന്ന് പറയുന്നിടത്ത് നമുക്ക് ഏത് ആപ്ലിക്കബിൾ ആണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആണ് ആപ്ലിക്കബിൾ. ഓർമ്മിച്ചു. അപ്പൊ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒറ്റ ടൈമിൽ എന്തൊരു കാര്യങ്ങൾ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? 1, minimum number of members is 2. The maximum number of members is 10 in the case of banking business and 20 in the case of any other business other than banking business. The minimum number of members is prescribed by AID Act, Indian Partnership Act, but the maximum number of members is prescribed by which Act? Indian Companies Act 1956. ഇത് നമുക്കറിയാം. രണ്ടാമത് പറയുന്നു
എഗ്രിമെന്റ് അല്ലെങ്കിൽ ഡീഡ്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, ഒരു ഉടമ്പടി ഉണ്ടാവണം. ഈ എഗ്രിമെന്റ് എങ്ങനെയൊക്കെ വരാം? അപ്പൊ നിങ്ങൾ ധാരാളമായിട്ട് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്താണ് ഒരു ഉത്സവ സീസണിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഒരു പള്ളിയുടെ അടുത്തോ നമ്മൾ കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരാഴ്ചയോ 10 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ അവിടെ നിൽക്കും. ഉടനെ നിങ്ങൾക്ക് ആ 15 ദിവസത്തേക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുകൊണ്ട് പോകുന്ന രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് നമുക്ക് വരുന്നത് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എഴുതി നമുക്ക് ഒപ്പിട്ട് വെക്കാൻ പറ്റില്ല. അതാണ് വിഷയം. അപ്പൊ ഓറലും ആവാം, റിട്ടണും ആവാം. ചില സമയങ്ങളിൽ ഓറലായിരിക്കും, വാക്കാൽ പറയും. ബിസിനസ് നീ ഇത്ര കൊണ്ടുണ്ടോ, ഞാൻ ഇത്ര കൊണ്ടുവരും. അതിനകത്ത് നമുക്ക് ഇന്ന എത്ര ദിവസം ബിസിനസ് നടത്തണം, കിട്ടുന്ന ലാഭം ഇങ്ങനെ എന്നെ വീതിക്കണം, നമ്മൾ ഓറലായിട്ട് പറയും. ചിലതല്ല, വലിയ ബിസിനസ് കുറെ നാളത്തേക്കുള്ള ബിസിനസ്സാണ്, വലിയ എമൗണ്ട് ഒക്കെ ആണെന്ന് എഗ്രിമെന്റ് വയ്ക്കും. അപ്പൊ റിട്ടേൺ എഗ്രിമെന്റ് എന്ന് വിളിക്കും നമ്മളെ. അപ്പൊ റിട്ടേൺ ആവാം, ഓറൽ ആവാം. പക്ഷെ റിട്ടേൺ എഗ്രിമെന്റിനാണ് വാലിഡിറ്റി. എന്തുകൊണ്ട്? ഓറൽ ആയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അത് പിന്നീട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാളെ സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഏതായിരിക്കും? റിട്ടേൺ എഗ്രിമെന്റ് ആയിരിക്കും. അപ്പോൾ എഗ്രിമെന്റ് there must be an agreement between the parties. പാർട്ടേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെന്റ് മേ ബി either oral or written. ഒന്നിൽ ഓറൽ ആവാം അല്ലെങ്കിൽ റിട്ടൺ ആവാം. The written agreement is called എന്ന് വിളിക്കും നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കും. The written agreement between the parties is called എന്ന് വിളിക്കും നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കും. It is also called articles of partnership എന്ന് വിളിക്കാറുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിനെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്നും ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ആൾസോ കോൾഡ് ഡാഷ്. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് തന്നെ വിളിക്കുന്നത്. കാരണം ആ വാക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരില്ല, അതുകൊണ്ടാണ് ആ വാക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡിലെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഓറൽ ആവാം, റിട്ടേൺ ആവാം. റിട്ടേൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് കോൾഡ് എന്ന് വിളിക്കും നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡ്. ഇറ്റ് ഈസ് ആൾസോ ടേംഡ് ആസ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ഇതിനകത്താണ് എന്നറിയിരിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ഗവേണിംഗ് ദ ഫേം. ഈ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് റൂൾസും റെഗുലേഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനകത്താണ് ഇവരുണ്ടായിരിക്കുന്നത്, ഇവിടെ പഠിക്കാവുന്നത്. ഇതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ഈ സ്ഥാപനം നമ്മൾ നടത്തിക്കൊണ്ട് പോകാൻ. ഇതാണ് നമുക്ക് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതാണ് എഗ്രിമെന്റ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ആർക്കൊക്കെ ഇതിനകത്ത് വരാൻ പറ്റും. ഒരിക്കലും ഒരു ഇൻസോൾവെന്റ് പാപ്പരായ ആളിന് എഗ്രിമെന്റ് വെക്കാൻ പറ്റില്ല. കോടതി പറയുകയാണ്, ഒരാളോട് കോടതി കേസ് കൊടുത്തു, ഇനി ഇത്ര രൂപ തരാനുണ്ട്. ഇപ്പൊ കോടതി എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ ആ പൈസ കൊടുക്കാൻ പറ്റില്ല, സ്വകാര്യമായിട്ട് ഇനി വേറെ നിൽക്കാനുമില്ല. അപ്പോൾ ഇയാൾ പാപ്പർ ഹർജി കൊടുക്കും, ഞാൻ പാപ്പരാണ് പ്രഖ്യാപിക്കാൻ പറയും. അങ്ങനെ കോടതി അയാളെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചാൽ, എ എന്ന് പറയുന്ന ആൾ പാപ്പരാണ് എന്ന് പ്രഖ്യാപിച്ചാൽ, ആ എ എന്ന് പറയുന്ന ആളിന് എഗ്രിമെന്റ് വെക്കാൻ പറ്റില്ല. മൈനർമാരുണ്ട്, മൈനർ 18 വയസ്സ് താഴ്ന്ന ആൾക്കാർ. അപ്പൊ ഒരു 15 വയസ്സുള്ള ഒരാളും ഈ പറഞ്ഞ കണക്ക് എന്താണ് ഒരു പ്രായപൂർത്തിയാളും തമ്മിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഗ്രിമെന്റ് വെക്കാൻ പറ്റില്ല. മൈനേഴ്സിന് പറ്റില്ല, ലുണാറ്റിക്സിന് പറ്റില്ല, വട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. ഓ ഇൻസോൾവെന്റ് പാർട്ടീസിനെ പറ്റൂ. സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ശബ്ദം കേൾക്കുന്ന മനസ്സൊന്നല്ല, നല്ല ദൃഢമായ മനസ്സുള്ളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാവശ്യം വട്ടനായിരിക്കരുത്, ഇൻസോൾവെന്റ് ആയിരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇൻസോൾവെന്റ് അല്ലാത്ത, ലുണാറ്റിക്സ് അല്ലാത്ത, മൈനേഴ്സ് അല്ലാത്ത ഒരു കോമ്പീറ്റന്റ് പേഴ്സൺ, അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഗ്രിമെന്റിൽ ഒപ്പിടാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് എഗ്രിമെന്റിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ടേം ഒരെണ്ണേ ഉള്ള എഗ്രിമെന്റ് ആണെങ്കിലും ആ എഗ്രിമെന്റിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞു. എന്താണ്? there must be an agreement between the parties. പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഹൗ ടു കണ്ടക്ട് ദ ബിസിനസ്, ഈ ബിസിനസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായ ഒരു ധാരണ ഒരു എഗ്രിമെന്റിനകത്ത് ഉണ്ടായിരിക്കണം. ദിസ് എഗ്രിമെന്റ് മേ ബി എന്താണ്? either oral or written. ഒന്നുകിൽ ഓറൽ ആവാം അല്ലെങ്കിൽ റിട്ടൺ ആവാം. The written agreement is called partnership deed അഥവാ partnership agreement.
ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാറുണ്ട്. ഓൺലി കോമ്പീറ്റന്റ് പേഴ്സൺസ്, അപ്പൊ ഹു ആർ ഇൻകോമ്പീറ്റന്റ്, ലുനാറ്റിക്സ്, അതുപോലെ എന്താണ് ഇൻസോൾവൻസ്, അതുപോലെ എന്താണ് മൈനേഴ്സ് കനോട്ട് എന്റേർഡ് ഇൻടു പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഇതാണ് നമ്മൾ ആ പറയുന്ന ഒറ്റ പോയിന്റ് നമ്മൾ വിശദമായി പഠിച്ചു വെച്ചേക്കേണ്ടത്. അടുത്തത് ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ വിഷയം എന്താണ്? The partnership firm must be for carrying on a business. പാർട്ണർഷിപ്പ് ഫേം എല്ലാം ആരംഭിക്കേണ്ടത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഒരു ബിസിനസ് നടത്തണം, അതിനുവേണ്ടിയാണ് പാർട്ണർഷിപ്പ് ആരംഭിക്കേണ്ടത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഒരു മെഷീൻ മേടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം മേടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹൗസ് മേടിക്കാൻ വേണ്ടി, ഒരു ഹൗസ് പ്ലോട്ട് മേടിക്കാൻ വേണ്ടി ഞാനും വേറൊരാളും കുറെ പൈസ നിക്ഷേപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ബിസിനസ് ആവുന്നില്ല. അത് ഞങ്ങൾ രണ്ടുപേരുടെ ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഉള്ള സ്ഥാനം മാത്രം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പാർട്ണർഷിപ്പ് ബിസിനസ് ആവുന്നില്ല. അതേസമയം അത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ്? വിൽക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. അത് വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ, ബിസിനസ് ആവുന്നുള്ളൂ. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകതകളുണ്ട്. ലാഫുൾ ആയിരിക്കണം, നിയമപരമായ ബിസിനസ് മാത്രമേ നടത്താവൂ. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് സ്പിരിറ്റ് ഒക്കെ ഭയങ്കരമായ ലാഭമുള്ള സ്ഥാപനമാണ്, അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാൻ വളരെ വിശാലമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനം ഒരു ബിസിനസ്സാണ്. പക്ഷെ അതൊക്കെ ഇല്ലീഗലാണ്. അപ്പൊ ഇല്ലീഗൽ ബിസിനസ് നടത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു എഗ്രിമെന്റ് വെക്കാൻ പറ്റൂല. അപ്പോ രണ്ട്, പ്രോഫിറ്റ് സീക്ക് ചെയ്യുന്നതായിരിക്കണം. ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം നമുക്ക് വേണം. ലാഫുൾ ബിസിനസ് ആയിരിക്കണം, ബിസിനസ്സും വേണം.